അമ്മേ, ചടങ്ങുകൾ പൂർത്തിയായിരിക്കണം. വ്രതം എടുത്തവരെല്ലാരും തന്നെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും കാണിക്ക വാങ്ങാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എഴുന്നേറ്റുള്ളൂ. ഇന്നിവിടെ എത്തിയ എത്ര പെൺകുട്ടികളുണ്ടെങ്കിലും ജാതകം ചേരുന്ന ആ പെൺകുട്ടിയെ മാത്രം കിട്ടുന്നില്ല. അദ്ദേഹം ഇന്ന് എന്റെ ഭാഗ്യമാണ്. ഞാൻ കാരണം അദ്ദേഹം ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. എല്ലാവരും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ച് ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കണം. അമ്മ ഇനി എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും, എത്ര വ്രതങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്താലും ജാതകം ചേരുന്നൊരു പെൺകുട്ടി ഞങ്ങളുടെ വീടിന്റെ പടി കടക്കരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്റെ മകളോട് കാണിക്കുന്ന അനീതിയാകും. ശ്രീകറിനെ കാവ്യയ്ക്ക് കൊടുക്കണേ. ശ്രീകരേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ പാഴാവും. ഞാൻ ശ്രീകരേട്ടന് വേണ്ടി ജനിച്ചവളാ. ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അനുഗ്രഹിക്കണേ അമ്മേ. ഇനി എത്ര കാലമാണ് അമ്മേ എനിക്ക് പരീക്ഷണം? അവസാനം വീട്ടിലുള്ളവർ വരെ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങുന്നു, അപമാനിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ നിലവിളക്കുമായി ആ പെൺകുട്ടി കയറി വരണേ. അമ്മേ, അമ്മേ ഇന്ന് വ്രതം എടുത്തിട്ടുണ്ടോ? ഇന്നൊരു നല്ല ദിവസമല്ലേ, അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് കരുതിയ. മോള് വാ. കാണിക്ക സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും വരിയായിട്ട് നിൽക്കുക. ആ, കൊടുത്തോളൂ. അളിയാ, പെമ്പിള്ളേരെല്ലാം പട്ടുസാരിയും പൊന്നും ഒക്കെ അണിഞ്ഞ് നല്ല സുന്ദരിമാരായി ലക്ഷ്മി ദേവിയെ പോലെ ഉണ്ടല്ലേ. ഇവരിങ്ങനെ കളർഫുൾ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ആണുങ്ങളും കാണും കൂടെ. അതെന്താ? ഇതുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. എത്ര പൈസയാ വേസ്റ്റ് ആവുന്നത്. നിനക്ക് പണത്തെക്കുറിച്ചല്ല ചിന്ത മാത്രമല്ലേ? അമ്മ ആഗ്രഹിക്കുന്ന മരുമോള് വരരുതെന്ന് നന്നായി പ്രാർത്ഥിച്ചില്ലേ? നമുക്കിപ്പോ ആകെയുള്ള പ്രാർത്ഥന അതല്ലേ. അവൾ ആരാണെന്ന് ചോദിച്ചപ്പോ അമ്മ എന്നോട് അനാവശ്യമായിട്ട് സീരിയസ് ആയിട്ട് സംസാരിച്ചു.
ഇവിടെ വെച്ച് സുജാത ഞങ്ങളെ കണ്ട ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഹലോ, ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ വഴി തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന അർത്ഥം. അങ്ങനെ പോയാൽ എങ്ങനാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ കൃത്യമായ മറുപടി തന്നാ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്ക്, എനിക്ക് അകത്തേക്ക് പോണം. ഈ സിറ്റിയില് വേദവതി അമ്മയെയും പ്രസാദ് റാവു സാറിനെയും അറിയാത്ത ആൾക്കാരില്ല. പരിചയമില്ലാത്തവരും ഉണ്ടാവില്ല. സത്യം എന്താണെന്നറിയാൻ ലാവണ്യ എന്ത് വേണമെങ്കിലും ചെയ്യും. സുജാത എന്തെങ്കിലും പറഞ്ഞു പോവോ? വേദവതി അമ്മയെയും പ്രസാദ് റാവു സാറിനെയും നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളെ കണ്ടു കഴിഞ്ഞ ഒരു സാധാരണക്കാരിയാണെന്നാ തോന്നുന്നത്. അപ്പോ നിങ്ങൾക്ക് അവരെയൊക്കെ എങ്ങനെ അറിയാവുന്നത്? നോക്കൂ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നോക്കിക്കോളാം. പറയ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? പറയൂ. നിങ്ങൾ ഈ പറഞ്ഞവരെയൊന്നും എനിക്ക് ഇതുവരെ ഒരു പരിചയമില്ല. അതെയോ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വിവരമില്ലാത്ത ആളായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ടതോ നേരിൽ കേട്ടതോ ആയ കാര്യങ്ങൾക്കൊന്നും വേണ്ടി അല്ലാതെ ഞാൻ ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്തി സംസാരിക്കൂ? നോക്ക്, നിങ്ങൾ വേദവതി അമ്മയോടും പ്രസാദ് റാവു സാറിനോടും സംസാരിക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. അവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെയാ നിങ്ങൾ സംസാരിച്ചത്. അത്ര ധൈര്യം നീ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എന്തോ ഒരു രഹസ്യം നിനക്കറിയാമെന്ന് എനിക്കറിയാം. ഇപ്പോ അതെന്താന്ന് എനിക്കറിയണം. വേദ, എന്താ ഇത്? എന്തിനെത്ര ടെൻഷനാകുന്നേ? അങ്ങോട്ട് നോക്കേട്ടാ. പറയുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം നിങ്ങൾ എന്റെ ആരാന്ന് പറ. ആ വീട്ടിലെ മൂത്ത മരുമോള. നോക്ക്, ഇനിയെങ്കിലും അത് മര്യാദയ്ക്ക് പറഞ്ഞോ. നിങ്ങളൊരു കാര്യം ചെയ്. എന്താ? നേരെ ഇതൊക്കെ പറഞ്ഞവരുടെ അടുത്ത് പോയി നിങ്ങളുടെ അന്തസ്സിന് ഒരിക്കലും ചേരാത്ത ഒരു പെണ്ണ് നടു റോട്ടിൽ എന്തിനാ നിങ്ങളെ നിർത്തിയത്, എന്തിനാ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. നിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ അവര് തന്നെ വിശദമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അത് നിനക്ക് പോയി ചോദിച്ചൂടെ? അത് വേറെ കാര്യം. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഇതിന് ഒരു കാരണവശാലും ഉത്തരം തരാൻ പോകുന്നില്ല. നീ പോയി അവരോട് ചോദിക്കേ. നിക്ക്. അമ്മയൊന്നും പറയുന്നില്ല, ഇവരൊന്നും പറയുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ബന്ധമുണ്ട്. അതെന്താന്ന് എനിക്കറിയണം.
അവള് സത്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാണം കെടുത്താനാ വരുന്നേ. നീ ഇതെവിടെയായിരുന്നു? അച്ഛനോടും അമ്മയോടും ഒന്ന് റോഡിൽ നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണിപ്പോ അമ്പലത്തിലുണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് എന്തു പറഞ്ഞു? എന്തെങ്കിലും രഹസ്യം തുറന്നു പറഞ്ഞോ? മിണ്ടാത്തതെന്താ? അറിയാൻ വേണ്ടി പലതും ഞാൻ ചെയ്തു. നീ അവരോട് തന്നെ പോയി ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് അവര് പോയി. അവൾ ആരാമേ? അവളുമായി നിങ്ങൾക്കുള്ള പരിചയം എന്താണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞുകൂടെ? ഇതിനു മുമ്പ് ചോദിച്ചപ്പോഴും പറഞ്ഞില്ല. ഇപ്പോഴും മൗനം പാലിച്ച് ഒന്നും പറയാതിരിക്കുവാണ്. ശരിക്കും അവൾ ആരാണെന്ന് പറയാമേ? ഇത്രയൊക്കെ നീ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാം. നീ കേട്ടോളൂ. വേദ, ഞാനൊന്ന് പറയട്ടെ. അത് മറ്റാരുമല്ല, എന്റെ മൂത്ത മകനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവളാ. ജാതകങ്ങൾ ഒന്നിക്കാത്തതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് കാണുമ്പോഴൊക്കെ ആ വിഷമത്തിൽ എന്തെങ്കിലും പറയും. ജാതകം ചേർന്ന് ഒന്നിനെയല്ലല്ലോ പകരം കൊണ്ടുവന്നേന്ന് ചോദിക്കാറുമുണ്ട്, പരിഹസിക്കാറുമുണ്ട്. ഈ ജാതകം ഒരു തടസ്സമല്ലായിരുന്നെങ്കിൽ ഇന്ന് അവളായിരുന്നേൻ എന്റെ മരുമകള്. എന്റെ സ്ഥാനം എവിടെയാ? അവളുടെ സ്ഥാനം എവിടെയാ? അവരവരുടേതായ പെരുമ അവർക്കുണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരുടെ സ്ഥാനം ഉണ്ടാവും. എന്റെ മൂത്ത മകന്റെ കാര്യത്തിൽ സംഭവിച്ച തെറ്റ് എന്റെ ഇളയ മകന്റെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കാന് എന്റെ പ്രാർത്ഥനയും എന്റെ എല്ലാ പ്രയത്നങ്ങളും. കേട്ടല്ലോ അല്ലേ? ഇനി ഈ കാര്യത്തെക്കുറിച്ച് ആരും മിണ്ടിപ്പോരുത്. ക്ലാരിറ്റി കിട്ടിയല്ലോ അല്ലേ? ഇനി ഇതിനെ കുറിച്ച് ആലോചിച്ച് ആരും തലമുണ്ടാക്കണ്ട. ക്ലാരിറ്റി കിട്ടിയില്ല. ഡൗട്ട് ഇനിയും ബാക്കിയുണ്ട്. അവർക്ക് ഇതുകൂടാതെ വേറെന്തോ ബന്ധമുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. സോറി അവനി, ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാ ഇത്ര നേരം ഞാൻ സംസാരിച്ചോണ്ടിരുന്നേ. അത് കുഴപ്പമില്ല ഏട്ടാ. എല്ലാം നിങ്ങളെ പ്രശ്നങ്ങൾ സോൾവ് ആയോ? ടെക്നിക്കൽ ടീമിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അവര് നോക്കിക്കൊള്ളുന്നേ. അല്ല, ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ഏട്ടാ. അമ്മയോളം തേജസ്സുള്ള മറ്റൊരമ്മ എനിക്ക് കാണിക്കുകയും തന്നു. അതല്ലേ, ഗുഡ്. അവരെ കണ്ടപ്പോ തന്നെ എത്രയോ വർഷത്തെ പരിചയമുള്ളതുപോലെ തോന്നി. ആ ശരി, നമുക്ക് പോയാലോ? അമ്മയൊന്ന് ദർശിച്ചിട്ട് പോയാ പോരെ? വരൂ. ശരി എന്നാ വാ. അമ്മേ, ചെറിയമ്മ, ചെറിയമ്മേ.
അമ്പലത്തിലേക്കാണോ വന്നത്? അവനി ഈ പയ്യൻ ഞാൻ ഇതുവരെ ഒരു പൂജയും ചെയ്യാതെ, ഒരു നോയമ്പ് പോലും എടുക്കാതെ, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാതെ വരമായി കിട്ടിയ എന്റെ ദൈവം. എന്റെ ഭർത്താവാ ചേച്ചി. ഏട്ടാ, എന്റെ ചേച്ചി. നമസ്തേ ചേച്ചി. അയ്യോ, ഈ നമസ്കാരം പറയാൻ മാത്രമൊന്നും ഞാൻ ആളല്ല മോനെ. നിങ്ങളുടെ മനസ്സ് വലുതാണെന്ന് അവനി പറഞ്ഞിരുന്നു എന്നോട്. ഇതെന്റെ ചക്കരക്കുട്ടി സൗമ്യ. ഹായ് മോളെ. ഞാൻ ചെറിയച്ചാന്ന് വിളിച്ചോട്ടെ? ചെറിയച്ഛന് ചെറിയച്ഛന്നല്ലാതെ വേറെന്താ വിളിക്കും മോളെ? താങ്ക് യു ചെറിയച്ചാ. ചെറിയമ്മേ, ചെറിയച്ഛനെ കാണാൻ സിനിമ നടനെ പോലെയാ. താങ്ക് യു. വെൽക്കം. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ ഒരുപാട് സന്തോഷം. ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് അവർക്ക് സന്തോഷായേനെ. പുണ്യമാസത്തില് മംഗളഗൗരി വ്രതം എടുത്തതില് ഒരുപാട് സന്തോഷമുണ്ട്. അമ്പലത്തിന്റെ അഭിവൃദ്ധിക്ക് എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാനായി ഒരു മടിയും കാണിക്കരുത്. ആ കാര്യമൊക്കെ പ്രത്യേകം പറയേണ്ടതുണ്ടോ?